പ്രതിപക്ഷം വലിയ തോതിലുള്ള ബഹളം ഉയർത്തുകയാണ്. FCRAയുമായി ബന്ധപ്പെട്ട് വലിയ ബഹളം തന്നെ നമുക്ക് കാണാൻ കഴിയും. പാർലമെന്റിന്റെ കവാടത്തിൽ വലിയ ബഹളമുണ്ട്. സ്റ്റോപ്പ് ടാർഗറ്റിംഗ് NGOs ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുന്നത്. ലോക്സഭയിൽ നമ്മൾ കണ്ടു, കിരൺ റിജിജുവിനെ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയാണ്. ന്യൂനപക്ഷങ്ങളെ അവരുടെ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉയർത്തിക്കൊണ്ടാണ് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സഭ പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 12 മണിവരെ സഭ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നോബൽ മാലിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ, ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ. അതിനിടയിലും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. മാധു, FCRA ഭേദഗതിയിൽ ഇന്നിപ്പോൾ വലിയ പ്രതിഷേധമാണ് പാർലമെന്റ് കവാടത്തിലും പിന്നീട് ഇപ്പോൾ പാർലമെന്റ് നടപടികൾ ആരംഭിച്ചപ്പോൾ ലോക്സഭയ്ക്കകത്തും ഉണ്ടായത്. വലിയ തരത്തിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബില്ല് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബില്ല് ഒരു കാരണവശാലും സഭയിൽ അവതരിപ്പിക്കാനോ പാസ്സാക്കാനോ അനുവദിക്കില്ല എന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ വലിയ പ്രതിഷേധവുമായി എഴുന്നേറ്റു. പ്രത്യേകിച്ച് ഹൈബീഡിന് അടക്കമുള്ള ആളുകൾ വലിയ മുദ്രാവാക്യമാണ് ഈ വിഷയത്തിൽ വിളിച്ചത്. അതിന് പിന്നാലെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താണെങ്കിലും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇപ്പോൾ ഇതിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. നേരത്തെ തന്നെ സ്പീക്കറുമായി പ്രതിപക്ഷ എംപിമാർ സംസാരിച്ചപ്പോൾ ഇന്ന് സഭയിലേക്ക് ഈ ബില്ല് വരില്ല എന്ന സൂചന നൽകിയിരുന്നു. ഇപ്പോൾ ബില്ല് വരില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ പാർലമെന്റിനെ അറിയിച്ചിരിക്കുന്നു. ഈ വിവരം ലിസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, കേന്ദ്ര സർക്കാർ ആരുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നില്ല, വ്യാജ പ്രചരണം FCRAയുടെ പേരിൽ നടത്തുകയാണ്. കേരളത്തെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസും ഇടതുപക്ഷവും വ്യാജ പ്രചരണം നടത്തുന്നു എന്നുകൂടി കേന്ദ്രമന്ത്രി ഇപ്പോൾ ലോക്സഭയിൽ പറഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷം ഇതിലൊന്നും വഴങ്ങാൻ തയ്യാറായില്ല. വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. എന്താണെങ്കിലും സഭാ നടപടികൾ ഇപ്പോൾ 12 മണി നിർത്തിവെച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, FCRAയുമായി ബന്ധപ്പെട്ട ഭേദഗതി ഇന്നിപ്പോൾ ലോക്സഭ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിലെ BJP നേതാക്കൾ, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള BJP നേതാക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരുമായി ഇന്നലെ രാത്രി ആശയവിനിമയം നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം നിലവിലത്തെ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ FCRA ഭേദഗതി ബിൽ കൊണ്ടുവരുന്നത് വലിയ തരത്തിൽ കേരളത്തിൽ തിരിച്ചടിയാകും എന്ന നേതാക്കൾ അറിയിച്ചതായി വിവരം ഉണ്ട്. സഭയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇന്നലെ CBCയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും എംപിമാർക്കും ഈ വിഷയം പരിഗണിക്കരുത് എന്ന് ആവശ്യപ്പെട്ടൊരു നിവേദനം നൽകിയിരുന്നു. ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒപ്പം BJPയുടെ സമ്മർദ്ദം, എംപിമാരും വലിയ പ്രതിഷേധം തന്നെയാണ്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇപ്പോൾ നോക്കൂ, ഹൈബീഡിന് ഇതൊരു ഡ്രാക്കോണിയൻ ലോ ആണ് എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാത്രമല്ല ഈ ഒരൊറ്റ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ സെഷൻ തന്നെ ഏതാണ്ട് അതിന്റെ പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. അതിനിടയിലാണ് ഈ ബില്ല് പാസ്സാക്കാനുള്ള ഇന്ന് ലോക്സഭയിൽ ഉന്നയിക്കുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. അതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോവുകയാണ്. തീർച്ചയായും മാധു, സർക്കാർ പിന്നോട്ട് പോവുകയാണ്. കാരണം സർക്കാരിനും ഇതിന്റെ അപകടം മനസ്സിലാക്കിയെന്ന് വേണം വിലയിരുത്താൻ. കാരണം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ FCRA പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് പല മണ്ഡലങ്ങളിലും ഏറെ നിർണായകമാണ്. ക്രൈസ്തവരെ ഒപ്പം നിർത്താൻ വേണ്ടി കഴിഞ്ഞ കുറെ നാളെ BJP വലിയ ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ തൃശൂർ ഇലക്ഷനിലാണ്, ലോക്സഭയിൽ തൃശൂർ ഇലക്ഷനാണെങ്കിൽ പോലും ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ച സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ ഇങ്ങനൊരു ബില്ല് വരുന്നത്, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം ഈ ബില്ലിനെ എതിർക്കുന്നു. CBCയെ പ്രത്യേകമായി തന്നെ പല ഘട്ടങ്ങളിൽ വാർത്താ സമ്മേളനം വിളിക്കുന്നു. കേരളത്തിലാണെങ്കിൽ സഭാധ്യക്ഷന്മാർ ഓരോരുത്തരായി ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ഈ ബില്ല് ഇപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകുമെന്ന് BJP കൂടി വിലയിരുത്തുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഒപ്പം പ്രതിപക്ഷ എംപിമാർ ഇന്നിപ്പോൾ ഇന്ത്യ സെക്രട്ടറി നേതൃത്വത്തിലായിരുന്നു ആദ്യ പ്രതിഷേധം പാർലമെന്റ് കവാടത്തിൽ ഉണ്ടായതെങ്കിൽ പിന്നീട് കേരളത്തിലെ UDF എംപിമാർ വലിയ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരുന്ന കാഴ്ച കൂടി അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് കിരൺ റിജിജു വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ റോൾ ബാക്ക് FCRA എന്ന മുദ്രാവാക്യം വിളികളാണ് സഭയിലെമ്പാടും മുഴങ്ങിയത്. തീർച്ചയായും അത് രാജ്യസുരക്ഷയെ ലക്ഷ്യം വെച്ചുള്ള അത്തരത്തിലുള്ള ഒരു ബില്ലാണ് എന്നാണ് കിരൺ റിജിജു ഇന്നിപ്പോൾ പാർലമെന്റിൽ അറിയിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല പ്രതിപക്ഷം ഈ ബില്ലിൽ തെറ്റിദ്ധാരണകൾ പരത്തുകയാണ് എന്നും കിരൺ റിജിജു വിമർശനം ഉന്നയിച്ചു. പ്രത്യേകിച്ച് കേരള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇടതുപക്ഷവും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്ന സാഹചര്യം ഉണ്ട്. പക്ഷേ പ്രതിപക്ഷം എന്താണെങ്കിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ ഈ ബില്ലിന് എതിരായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധം ലോക്സഭയുടെ നടുത്തളത്തിലേക്ക് എത്തുന്ന പശ്ചാത്തലത്തിലാണ് സഭാ നടപടി നിർത്തിവെക്കാൻ എന്താണെങ്കിലും സ്പീക്കർ നിർബന്ധിതനായത്. ചോദ്യോത്തരവേളയുമായി ആദ്യഘട്ടത്തിൽ സ്പീക്കർ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അപ്പോഴും പ്രതിപക്ഷം എന്താണെങ്കിലും ശക്തമായ മുദ്രാവാക്യം വിളികളുമായി രംഗത്തേക്ക് വന്നു. പിന്നീട് ചോദ്യോത്തരവേള പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അതിനു പിന്നാലെയാണ് ഇപ്പോൾ സഭാ നടപടികൾ ലോക്സഭ 12 മണി നിർത്തിവെച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ സഭയിലേക്ക് ഈ ബിൽ എത്തില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നാളെ രാജ്യസഭയിലേക്കും ബിൽ എത്താനുള്ള സാധ്യതയില്ല. ഇന്നിപ്പോൾ ലോക്സഭയിൽ ബില്ല് അവതരിപ്പിച്ച് പാസാക്കി നാളെ രാജ്യസഭയും കടത്താനുള്ള തീരുമാനമായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാർ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമാണ്. ഈ ബില്ല് മുന്നോട്ട് വെക്കാനുള്ള ശ്രമം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഈ സെഷനിൽ ഇത് പാസാക്കുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമാണല്ലോ.
മാധു, ഇനിയിപ്പോൾ ഈ ബില്ല് സഭയിൽ ആരംഭിക്കുമ്പോൾ 12 മണിക്കും വെക്കാൻ സാധ്യതയില്ല. കാരണം കിരൺ റിജിജു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കുന്നില്ല എന്ന്. കോൺഗ്രസ് നേതാക്കളെ കൃത്യമായി തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നാണ് കിരൺ റിജിജു വ്യക്തമാക്കുന്നത്. അതിനുശേഷം നടക്കുന്ന പ്രതിഷേധത്തെയാണ് അദ്ദേഹം എതിർത്തത്. കാരണം തെറ്റിദ്ധാരണ പരത്തുകയാണ് എന്നാണ് കിരൺ റിജിജു വ്യക്തമാക്കിയത്. അതായത് കേന്ദ്ര സർക്കാർ എന്താണെങ്കിലും ഇന്നിപ്പോൾ ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാനോ ചർച്ചയ്ക്കെടുക്കാനോ തീരുമാനിച്ചിട്ടില്ല എന്ന് മന്ത്രി തന്നെ സഭയെ അറിയിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ ബില്ല് ഇന്ന് പരിഗണിക്കാൻ സാധ്യത. പക്ഷെ അപ്പോഴും 12 മണിക്കും പ്രതിപക്ഷം ഈ വിഷയത്തിൽ പ്രതിഷേധം തുടരുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ വ്യക്തമാക്കി. രാവിലെ നമ്മളോട് ഡീൻ കുര്യാക്കോസും ഒപ്പം ഹൈബി ഈഡനും അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് ജോർജും ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള എല്ലാ എംപിമാരും ഒക്കെ പറഞ്ഞത് വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയരും എന്നുള്ളതാണ്. എന്നാലും ആ പ്രതിഷേധം ഇന്നിപ്പോൾ ഉയർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ 12 മണിക്ക് സഭാ നടപടി തുടരുമ്പോൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം വീണ്ടും നടത്തത്തിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷെ അപ്പോഴും കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിരൺ റിജിജു പറഞ്ഞ അതേ കാര്യം ഇന്നും അതേ സഭയിൽ ആവർത്തിക്കുകയാണ്. പറയുന്നുണ്ട് അല്ലെ, കേരളത്തിലെ ജനങ്ങളെ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതുകൂടി പറയുന്നുണ്ട്. ഇവിടുത്തെ ഇലക്ഷൻ സാഹചര്യം കേന്ദ്ര സർക്കാർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അതിൽ നിന്ന് വായിക്കാൻ കഴിയുക. തീർച്ചയായും അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. ഇതിനോടകം തന്നെ UDF-ഉം LDF-ഉം വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിച്ചു കഴിഞ്ഞു. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കിരൺ റിജിജു ഇന്നിപ്പോൾ വ്യക്തമാക്കിയത് കേരളത്തിൽ കോൺഗ്രസും അതോടൊപ്പം ഇടതുപക്ഷവും തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഈ ബില്ലിനെതിരെ പ്രതിപക്ഷം ഉയർന്ന പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള അദ്ദേഹത്തിന്റെ വിമർശനമാണ്. എന്താണെങ്കിലും ആ പ്രതിഷേധം ഇന്നിപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ പാർലമെന്റിലേക്ക് എത്തിയും ആ പ്രതിഷേധം പ്രതിപക്ഷ എംപിമാർ, പ്രത്യേകിച്ച് കേരളത്തിലെ എംപിമാരൊക്കെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തിരക്കുകളിലായിരുന്നു ഉണ്ടായത്. പക്ഷേ ഈ ബില്ലിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊണ്ട് കോൺഗ്രസ് നേതൃത്വം എംപിമാരോട് എത്രയും വേഗം ദില്ലിയിലേക്ക് മടങ്ങി വരാനുള്ള നിർദ്ദേശം നൽകിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂരിഭാഗം എംപിമാരും ഇന്നിപ്പോൾ ദില്ലിയിലേക്ക് മടങ്ങി വരികയും രാവിലെ മുതൽ തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ചെയ്ത്. എന്താണെങ്കിലും എംപിമാരുടെ പ്രതിഷേധം പാർലമെന്റ് കവാടത്തിൽ 2 വട്ടം നമ്മൾ കണ്ടു. ഒരു വട്ടം ഇന്ത്യ സഖ്യം, അത് LDF-ന്റെയും ഒപ്പം UDF-ന്റെയും UDF എംപിമാരും അതോടൊപ്പം LDF എംപിമാരും ഒരുമിച്ചാണ് പ്രതിഷേധിച്ചെങ്കിൽ അതിന് പിന്നീട് UDF എംപിമാർ ഒറ്റയ്ക്ക് പ്രതിഷേധിക്കുന്ന സാഹചര്യം കണ്ടു. അത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് UDF എംപിമാർ ഒറ്റയ്ക്ക് പ്രതിഷേധിച്ചതെന്ന് വ്യക്തമാണ്. എന്താണെങ്കിലും വലിയ പ്രതിഷേധം പാർലമെന്റ് കവാടത്തിൽ ഉണ്ടായി. പിന്നീട് ആ പ്രതിഷേധം ലോക്സഭയ്ക്ക് അകത്തേക്ക് മാറി ലോക്സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സഭാ നടപടി നിർത്തിവച്ചിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധം 12 മണിക്ക് തുടരും എന്ന സൂചനയാണ് ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ നൽകുന്നത്. ഇന്നിപ്പോൾ സഭയിലേക്ക് ഈ ബില്ലില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മറ്റന്നാൾ സഭാ നടപടികൾ അവസാനിക്കുകയാണ്. പിന്നീട് വീണ്ടും ഈ മാസം അവസാനം സഭാ നടപടികൾ വീണ്ടും ആരംഭിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഈ സെഷനിൽ ഈ ബില്ല് വന്നേക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഇത് ലോക്സഭയിലും നാളെ രാജ്യസഭയിലും അവതരിപ്പിച്ച് പാസ്സാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിന് തൽക്കാലം ഒരു വിഘാതം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കിരൺ റിജിജു അടക്കം ഇന്നെന്തായാലും ഈ ബില്ല് അവതരിപ്പിക്കുന്നില്ല, പിന്നെയും പ്രതിഷേധം എന്തിന് എന്നത് ചോദിച്ചുകൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത്. കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നു എന്ന രൂക്ഷമായ വിമർശനം കൂടി കിരൺ റിജിജു പാർലമെന്റിൽ ഉന്നയിക്കുന്നതും നമുക്ക് കേൾക്കാമായിരുന്നു. റോൾ ബാക്ക് FCRA എന്നുള്ള മുദ്രാവാക്യം വിളിയുമായിട്ടാണ് സഭയ്ക്കകത്തും പുറത്തും ഇന്ന് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്.